ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 7-ാം ദിവസത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് നോമ്പെടുക്കുന്ന നമ്മളൊക്കെ ഏറെ പ്രാർത്ഥനയോടെ ഒരുങ്ങി കുർബാനയിലേക്ക് പോകുന്ന സമയമാണല്ലോ. ഈ സമയത്ത് ദൈവമക്കളെ, ഇന്നത്തെ ധ്യാന ചിന്തയും കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന വേദഭാഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അവിടെ നാം കാണുന്നു, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് കുഷ്ഠരോഗിയായ മനുഷ്യൻ വിളിച്ചു പറയുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ, അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമേറിയ അഗാധങ്ങളിൽ നിന്നുകൊണ്ട്, പാറ പോലുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ, സൗഖ്യമാക്കുവാൻ സാധിക്കുമെന്ന്. അതിൻ്റെ പ്രത്യുത്തരമായി യേശു പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സൗഖ്യമാക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ മേൽ ആഴപ്പെടുവാൻ തക്ക വിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലവും ശക്തിയും തരട്ടെ. ഇതൊരു ജീവിത ദിനചര്യയിലൂടെ മാത്രമാണ് വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട്, അനുഭവങ്ങളിലൂടെയാണ് വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു തിയറി പഠിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതുകൊണ്ട് മാത്രം വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ സാധ്യമല്ല. ആയതുകൊണ്ട് അനുഭവങ്ങളാണ് വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തുന്നത്. ഉദാഹരണം, സൈക്കിൾ ചവിട്ടുന്നതും, നല്ലൊരു സൈക്കിൾ ഓടിക്കുന്ന മനുഷ്യനാകുന്നതും, നല്ലൊരു നീന്തൽക്കാരനാകുന്നതും തിയറി കൊണ്ട് മാത്രമല്ല, അവരുടെ കഠിനാധ്വാനങ്ങൾ കൊണ്ടും പ്രയത്നങ്ങൾ കൊണ്ടുമാണ്. നമുക്ക് ആത്മീയ ജീവിതത്തിലും അങ്ങനെ കഠിനാധ്വാനം, പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമാണ് വിശ്വാസത്തിൽ ആഴപ്പെട്ട് നമുക്കൊരു ദുരിതം വരുമ്പോൾ, ഒരു ജീവിതം ഇരുട്ടി തപ്പിത്തടയുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ കർത്താവേന്ന് ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് നെഞ്ചുപൊട്ടി വിളിക്കുമ്പോൾ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറയുവാൻ തക്ക വിധം അത്രമാത്രം ഉറച്ച വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തിരിച്ചൊരു ഉത്തരം ഇങ്ങോട്ട് പറയും, എനിക്ക് മനസ്സുണ്ട്, നിന്നെ ഞാൻ സുഖപ്പെടുത്തുന്നുവെന്ന്. ആയതുകൊണ്ട് സഹോദര സഹോദരി, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും ഒരു വലിയ സൗഖ്യത്തിൻ്റെ, ഒരു വലിയ വിശ്വാസകൃപയുടെ ആഴം വളരട്ടെ. പരിശുദ്ധാത്മാവ് സൗഖ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളെയും വിശുദ്ധ കുർബാനയിലേക്ക് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട്, നോമ്പെടുക്കുന്ന ഈ വചനം ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.